എൻ്റെ ഭർത്താവിന് ക്യാൻസർ വന്നു. ലൂർദിലെ ചികിത്സയായിരുന്നു. നല്ല വീട് വിറ്റു. നല്ല വീട് വിറ്റേച്ച് അപ്പുറം ഇപ്പുറം 2 കൂട്ടർ, അപ്പുറം 3 ആൺപിള്ളേർ, ഇപ്പുറം എൻ്റെ മോന് 3 പെൺപിള്ളേർ. അങ്ങനെ ജീവിച്ച് ഒരു പള്ളിയിൽ നിന്ന് കരോള് വരുമ്പോൾ പോലും പുറത്തിറങ്ങില്ല. നാണായിട്ട് പൊത്തിപ്പൊളിഞ്ഞാൽ വിത്തി മഴ പെയ്യുമ്പോൾ ചെരുവം, പാളക്കഷ്ണം, അട്ടിക്കൂട് ഇതൊക്കെ വെച്ചുകൊണ്ട് കിടക്കണം. പുക പിടിച്ച് നശിച്ച വീട്. ഇത്രയും വലിയ നശിച്ച് കിടന്ന വീട് 3,20,000 രൂപ കൊടുത്ത് ഞങ്ങൾ കയ്യവകാശം മേടിച്ചതാണ്. അപ്പോൾ പുറത്തിറങ്ങില്ല, നാണക്കേടായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ സാബു സാറ് ഞങ്ങളുടെ അടുത്ത് വന്നത്. ആദ്യം തന്നെ കുഴൽക്കിണർ താത്തി കുടിവെള്ളം തന്നു, സമാധാനം. അത് കഴിഞ്ഞ് ഓരോ ചാനലുകളിൽ എന്നെ വിളിക്കും സംസാരിക്കാൻ. കുടുംബശ്രീക്ക് ഞായറാഴ്ച ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ ചാനലുകാരുണ്ടാവും, സാറും ഉണ്ടാവും. അപ്പോൾ സാറ് ഞാൻ കരയും, ഞാൻ പറയില്ല എന്ന് പറഞ്ഞാലും എൻ്റെ പുറത്ത് മുട്ടിച്ച് പറയും കരഞ്ഞോട്ടെ പറയണമെന്ന്. അങ്ങനെ ഒരുപാട് ഞാൻ സാറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സാറ് പാടത്ത് വിത്ത് വിതയ്ക്കും പോലെ ജനങ്ങൾക്ക് വേണ്ടി അരി വിതയ്ക്കണ പണം